കരയണം, എനിക്ക് കാണാൻ വയ്യ, എനിക്ക് എങ്ങനെയും ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഇത് പഠിച്ചിറങ്ങണം, ഇനി എനിക്ക് പപ്പേനെ വിഷമിപ്പിക്കാൻ വയ്യ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. അതുപോലെ ഉടമ്പടി എടുത്ത് 5:30 എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും അവൾ കൂടോത്രം ചെയ്യാൻ എണീക്കുകയാണ്, ഇവൾ 5:30 ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കണേ എന്തിനാ, ആരല്ല 5:30 എന്ന്. അപ്പം എൻ്റെ അമ്മയോട് പറയും, അമ്മ പറയും നീ അവരോട് ദേഷ്യമൊന്നും കാണിക്കണ്ട, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അവർ 6 പേരും ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു, ഇവിടെ വരികയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിൽ കൊള്ളാനും പാടില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ഒത്തിരി സൗണ്ട് കേൾക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. തല ഇറങ്ങും, വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തലവേദനയാണ്. എന്തെങ്കിലും ഒന്ന് രാവിലെ കോളേജിൽ പോയി കോളേജ് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തലവേദനയായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കും, ഇവൾക്ക് എപ്പോഴും അസുഖമാണ്, ഇവൾ ഉടായിപ്പ് കാണിക്കുന്നതാണ്, ഇവൾക്ക് തലകർക്കൊന്നുമില്ല എന്നൊക്കെ പറയായിരുന്നു. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും നീ തൈലം പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചെയ്യല്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഞാൻ അത് ചെയ്തിട്ടേ ഇല്ല. ഞാൻ തൈലം പുരട്ടുകയോ എനിക്ക് തലവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ബുക്ക് തുറക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, എന്നെക്കൊണ്ട് വായിക്കാനും പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല. അപ്പം ഞാൻ തൈലായിരിക്കണം. ഞാൻ ഒരു ദിവസമൊക്കെ 2 പെയിൻ കില്ലർ കഴിക്കാണ്ട് എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റത്തേ ഇല്ല. ഞാൻ 2 പെയിൻ കില്ലർ കഴിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. എന്നിട്ട് ഞാൻ തൈലം എടുത്ത് പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ 4 മാസമായി, ഇന്നേ വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടുമില്ല. ഞാൻ പഴയ പോലെ വെയിലത്ത് ഇറങ്ങുന്നുണ്ട്. എനിക്ക് അതുപോലെ ഹെഡ്സെറ്റ് ഒന്നും 2 മിനിറ്റ് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ നോക്കിയാൽ തന്നെ പിന്നെ തലവേദനയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പം 4 മാസമായി. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ഇവിടെ BCA പഠിച്ചതാണ്. അവൻ ഇവിടെ BCA പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് UK പഠിക്കാൻ പോയി. അവൻ പഠിക്കാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർട്ട് ടൈം വർക്ക് ഇല്ലാണ്ട് നമുക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അവിടെ ചെന്ന് മാസങ്ങളായിട്ട് അവനൊരു ജോബ് ശരിയാവുന്നില്ല. അപ്പോൾ അവൻ എന്നും എനിക്ക് വോയിസ് അയക്കും, എടി എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് അയക്കും. ഇപ്പം ഇങ്ങോട്ട് 1 വർഷമായിട്ട് അവന് വരാനും പറ്റുന്നില്ലായിരുന്നു, പൈസയില്ല. അപ്പോൾ ഇവിടുന്ന്